ഇത് എന്ത് പരിപാടി അച്ഛൻ ഈ കാണിക്കണേ? ഇത്ര നേരമായിട്ട് അച്ഛൻ ഈ ചോറ് കഴിച്ചില്ലേ? അച്ഛന് ഞാൻ ചോറ് വരുത്തരാം. എനിക്ക് വേണ്ടടാ മോനെ. മക്കൾ വല്ലതും കഴിച്ചോ? ഇല്ലെങ്കിൽ മോൻ കഴിച്ചോ? അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. പ്രഷറിൻ്റെ ഷുഗറിൻ്റെ അടക്കം അച്ഛൻ എത്ര ഗുളിക ദിവസവും കഴിക്കണേ? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അസുഖം മാറും അച്ഛാ. നീ പോടാ ചെറുക്ക. എനിക്കൊരു അസുഖവും ഇല്ല. അവളെന്തേ പാറു? പാവം. അവൾ നേരം എടുത്തിട്ട് ഒരു സാധനവും കഴിച്ചിട്ടില്ല. എടാ എനിക്ക് ഒന്നും വേണ്ടടാ. നീ വേണേ കഴിച്ചോ. എന്നെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിച്ച് ചന്ദനക്കുറിയും തൊട്ട് അതിൻ്റെ മുകളിലൊരു പൊട്ടും തൊട്ട് എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. അവളുടെ വിചാരം ഞാനൊരു രോഗിയാണെന്നാ. അമ്മയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛനത് കഴിച്ചേ. ദേ അച്ഛാ, വെറുതെ വാശി പിടിക്കല്ലേ കേട്ടോ. നല്ല അച്ഛനല്ലേ, എൻ്റെ പുന്നാര അച്ഛനല്ലേ. എൻ്റെ അച്ഛനത് കഴിച്ചേ. കഴിക്കച്ചാ. അച്ഛന് ഇഷ്ടപ്പെട്ട ഒഴിച്ചു കൂട്ടാനും മീൻതോരനും എല്ലാം ഉണ്ട്. കഴിക്കച്ചാ. എൻ്റെ പൊന്നച്ഛനല്ലേ. കഴിക്കച്ചാ. ഇത് റെജി സാറിൻ്റെ വീടല്ലേ? ഞങ്ങൾ വൈക്കം അപ്സര ബാങ്കിൽ നിന്ന് വരുക. റെജി 6 മാസമായി ഹൗസിംഗ് ലോൺ കുടിശ്ശികയാണ്. റെജിയുടെ നമ്പർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എൻ്റെ മോൻ മരിച്ചിട്ട് 7 മാസമായി. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇൻഷുറൻസ് ഉള്ളതാണ്. വേണ്ട ഡോക്യുമെന്റ്സ് തന്നാൽ നടപടികൾ സ്വീകരിക്കാം. അച്ഛൻ എന്തിയെ? എടാ അപ്പന് വേണ്ടടാ. പോടാ. നിന്നോട് എത്ര പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. എടി പാറു, ഞാൻ ഇവനെ കൊണ്ട് തോറ്റു. ഓ, ഒരു രക്ഷയില്ല. എടാ മോനെ നീ കഴിക്കടാ. നിനക്ക് വണ്ടി ഓടിക്കേണ്ടതല്ലേ? പോടാ. നിന്റെ ഒരു കുസൃതി. എടാ ഞാനെടാ നിനക്ക് ചോറ് വാടിത്തരണ്ട. ചെറുക്കന് ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇവനിങ്ങനെ കുസൃതിയാ. എന്റെ പൊന്നുമോനെ 3 പോയിരിക്കുക ഓട്ടത്തിന്. അവൻ ടൂറിസ്റ്റുകളെ കൊണ്ടാ പോണത്. പോയിട്ട് വരുമ്പം കരിമീൻ പൊള്ളിച്ചതും ഒഴിച്ചു പൊട്ടാനും മീൻ പത്തവും ഒക്കെ കൊടുക്കും. ഇവനൊരു കാര്യം. അവനെ പോലെ കുസൃതിയായിട്ടുള്ളൊരു കൊച്ചു അവനൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ താമസം
ആ ചെറുക്കനെ കണ്ടിട്ട് കുറേയായി. അവൻ എവിടെ പോയി കിടക്കുക? അവൻ ഓട്ടാണെന്നും പറഞ്ഞിട്ട് ടൂറിസ്റ്റുകളായിട്ട് പോയതാ. അവൻ അപ്പന് വേണ്ട. എടി പാറുവേ, എന്റെ കാല് വേദന എടുക്കണ്ടി. എടാ മക്കളെ, നീ എവിടെയാടാ? എടി പാറുവേ, മോനെ എന്തിയടി? അവനെ ഇന്ന് ഞാൻ കണ്ടില്ലല്ലോ. എടി പാറുവേ, പാറുവേ.